ഹായ് എവ്രി വൺ. ഇന്ന് ഞാനൊരു ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ ആദവിൻ്റെ ഡ്രസ്സൊക്കെ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവനും അവൻ്റെ ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കുവാണ്. അപ്പം നമ്മളെ കണ്ടല്ലേ അനുകരിക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന പോലെ ഞാൻ അവൻ്റെ വീഡിയോ എടുക്കുക, അവൻ എൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി ഇതാ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ഇതാ കേട്ടോ ഞാനൊരു സെൽഫി വീഡിയോ എടുത്തതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ കൂടി ഇങ്ങനെ ഓഫ് ബാംഗ്ലൂർ ട്രിപ്പാണ്. അപ്പോൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇതാ നമ്മൾ റോഡിലെത്തി. വലിയ ട്രാഫിക്കൊന്നുമില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. ഒരു 2:30 ആയി. പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി. വണ്ടി ടയർ പഞ്ചറായി. ഇതാണ് ഞങ്ങളുടെ കൃഷ്ണയും കൂട്ടിയാണ് ഞങ്ങൾ പോകുന്നത്. കൃഷ്ണയാണ് ഞങ്ങൾക്ക് എപ്പോഴും വരുന്നത്. അതായത് ഞങ്ങൾക്ക് വണ്ടി എന്നെടുത്തു അന്ന് തൊട്ട് കൃഷ്ണയാണ് ഞങ്ങളുടെ ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്. അത്ര സേഫാണ് കൃഷ്ണയുടെ കൂടെ പോകുന്നത്. നമുക്ക് എങ്ങനെ വേണ്ടി നമ്മുടെ വീട്ടിലെ ഒരു മെമ്പറായി തന്നെ കണ്ടിട്ടുണ്ട് കൃഷ്ണയെ. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ പോവുകയാണ്. അത്രയും സേഫ്. ഏത് രാത്രിക്ക് എപ്പോൾ വിളിച്ചാലും വരും കേട്ടോ. അപ്പോൾ എന്താ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇതാ നോക്കിയപ്പോൾ ആദം ഉറങ്ങി കേട്ടോ. കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ അവൻ ഉറങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. അതായത് കുറച്ചൊന്ന് വെയിലൊക്കെ കുറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കമ്പിളി നാരങ്ങ എന്നാണ്. ഞാൻ ഒത്തിരി കാലമായിട്ടോ ഇത് കഴിച്ചിട്ട്. പണ്ടെപ്പോഴോ നാട്ടിൽ വെച്ച് കഴിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. അങ്ങനെ അവർ നല്ല ക്ലീൻ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് സോൾട്ടൊക്കെ ആയിട്ട് തന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ വിട്ട് ദേവനഹള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ദേവനഹള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വില്ലേജ് ഏരിയ ആണ്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്ബെല്ലാപ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തി ഗ്രാമപ്രദേശം കേട്ടോ. നല്ല രസമായിരുന്നു. അവിടെ നിറയെ കൃഷിത്തോട്ടങ്ങളാണ്. പൂക്കളും ഗ്രേപ്സും കൃഷിത്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം പൂക്കൾ. റോസ് തൊട്ട് നമ്മുടെ ജമന്തി, മുല്ല, അങ്ങനത്തെ കൃഷിത്തോട്ടങ്ങളുടെ 2 സൈഡ് നിറച്ചിങ്ങനെ തോട്ടങ്ങളാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഗ്രേപ്സ്, എവിടെ നോക്കിയാലും ഗ്രേപ്സിൻ്റെ തോട്ടങ്ങൾ. അപ്പോൾ ഞാൻ ഒരിടത്ത് വണ്ടി നിർത്തി ജസ്റ്റ് നോക്കുമായിരുന്നു. അപ്പോൾ ഗ്രേപ്സ് ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. വലിയൊരു ഗ്രേപ്സിൻ്റെ തോട്ടം ഇവിടുന്നത് ആ എൻഡ് വരെ ഉണ്ട്. ഇതുണ്ടോ ഗ്രേപ്സ് ഇങ്ങനെ ആയി വരുന്നതുള്ള കൊലയായിട്ട് നിറയെ നിൽപ്പുണ്ടായിരുന്നു. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങി. അങ്ങനെ ചിക്ബെല്ലാപ്പൂരിൻ്റെ ഒരു സ്ഥലം, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മൗണ്ടനുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല രസമായിട്ടോ കാണാൻ. ഓൾമോസ്റ്റ് ഒരു 4:35 ആണ് ഈ ടൈം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ മലകളും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമയത്തായിട്ടാണ് ഈ മലകളൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ ആകുമ്പോൾ ഇത് നിറയെ പച്ച കളറിലായിരിക്കും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല റോഡുമാണ്. നല്ല രസമായിരുന്നു ഈ യാത്ര. അപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗിയുടെ സ്റ്റാച്യു ഒക്കെ ഉണ്ടല്ലോ, ഒരു ശിവ ടെമ്പിളും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. കുറച്ച് നാളായിട്ടോ ബാംഗ്ലൂരിൽ ഇത് വന്നിട്ട്. അപ്പോൾ തൊട്ടൊക്കെ വിചാരിക്കുന്നു പോകണം. അപ്പോൾ ഓരോരുത്തരൊക്കെ ഫേസ്ബുക്കിലും സ്റ്റാറ്റസ് ഇടുന്നതും ഫോട്ടോ ഒക്കെ എടുത്തിടുന്നുണ്ട്. അപ്പം പെട്ടെന്നാണ് ഹസ്ബൻഡ് ഒരു ദിവസം പറഞ്ഞത് നമുക്കിവിടെ പോയാലോ. അപ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ നോക്കിയപ്പം കൃഷ്ണ പറഞ്ഞു പോകാൻ വളരെ ദൂരെ ഇല്ലാന്ന്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇവിടെ സദ്ഗുരുവിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ നല്ല മനോഹരമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അപ്പം അങ്ങനെ പോകാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ കൃഷ്ണയുടെ ചോദിച്ചപ്പോൾ രാവിലെ പോകണ്ട, വൈകുന്നേരം ആകുമ്പോൾ അവിടെ ഒരു ലേസർ ഷോയൊക്കെ ഉണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ്, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഓൾമോസ്റ്റ് എത്തി കേട്ടോ. നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ. ഇത് കണ്ടോ, ഇതാണ് സദ്ഗുരുവിൻ്റെ സ്റ്റാച്യു വരുന്നത്. അല്ല, സദ്ഗുരുവിൻ്റെ അല്ല, ആദിയോഗിയുടെ സ്റ്റാച്യു. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു. ഇത് കണ്ടോ എന്തോരു വലിയ സ്റ്റാച്യു ആണെന്ന് അറിയൂ. ഇത് കാണാൻ ഇവിടെ നല്ല ഭംഗിയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ. ശരിക്കും ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വിശപ്പായി. എന്നാൽ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ 2 സൈഡും നിറയെ ഇങ്ങനെ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആദവിൻ്റെ ക്യാമറ ഒരു കുട്ടി ഇങ്ങനെ തട്ടിപ്പറിച്ച് ആദവൻ്റെ നിന്ന് എടുത്ത് കഴുത്തിലിട്ടു. പിന്നെ അതിൻ്റെ അമ്മ അതിനെ കൺവിൻസ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ ബിസിബെലെ ബാത്ത് ഓർഡർ ചെയ്തു. ആദവനൊരു ഐസ്ക്രീം, പിന്നെ ഹസ്ബൻഡ് കഴിച്ചത് മറ്റേ റവ ഇഡ്ഡലി, കൃഷ്ണ റവ ഇഡ്ഡലി, ഹസ്ബൻഡ് കഴിച്ചത് എന്താ പറഞ്ഞാൽ ഒരു ഉപ്പുമാവ് പോലത്തേതാണ്. ഇത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഫ്രണ്ട്സായി. അതിന് മുന്നേ ഭയങ്കര അടിയായിരുന്നു. അപ്പോൾ അതും ആ കുട്ടിയും കൂടെ ഓടിക്കളിക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇവരുടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട്. പലതരം ഐറ്റംസ് ഉണ്ട് അവിടെ സെയിലിന്. ഇത് ഫുൾ കോട്ടൻ്റെ ഷോൾ ടൈപ്പ് ഐറ്റംസ് ആണ്. എല്ലാത്തിലും അവരുടെ ആ ലോഗോ പ്രിൻ്റ് ഉണ്ട്. ഇതുണ്ട് ടീഷർട്ട്സ് മുഴുവൻ ഇങ്ങനത്തെ ലോഗോസ് ഉള്ളതാണ്. ചെറിയ ലോഗോ തൊട്ട് വലിയ ലോഗോ വരെയുള്ള ഈ ആദിയോഗിയുടെ ഈ സ്റ്റാച്യുവിൻ്റെ ലോഗോസ് ഉള്ളത്. അപ്പം ഞങ്ങളിതിൽ കുറേ
ടീഷർട്ട്സുകളുണ്ടായിരുന്നു. അങ്ങനെ ആദവിനും ആദിക്കും ഓരോ ടീഷർട്ട് മേടിച്ചു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ അതിൻ്റെ പ്രിൻറ്റ്. ഇങ്ങനത്തെ പല സംഭവങ്ങളും ഇവിടെ സെയിലുണ്ട്. ഇത് കണ്ടോ, ഇത് ആദിയോഗിയുടെ സ്റ്റാച്ചു, ഇതൊക്കെ മെറ്റൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ മറ്റേ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ നല്ലൊരു സ്റ്റാച്ചുവാണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഓഫ് സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റോൾസും കാണുമായിരുന്നു. നന്ദിയുടെ സ്റ്റാച്ചു, ഇതാണ് നമ്മുടെ ലിംഗഭൈരവി ദേവി എന്ന് പറഞ്ഞിട്ട്, ലിംഗഭൈരവി ദേവി എന്നാണ് ഈ ദേവിക്ക് പറയുന്നത്. ഇത് സദ്ഗുരുവിൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ളതാണ്. പിന്നെ ഇവിടെ കോട്ടൺ സാരികൾ, എല്ലാം കോട്ടൺ ഐറ്റംസ് ആണ്, പ്യുവർ കോട്ടൺ ഐറ്റംസ്. ഇതും ലിംഗഭൈരവി ദേവിയുടെ ഒരു വലിയൊരു ഫോട്ടോയാണ്. ഇത് ശരിക്കും നല്ലൊരു അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾസ്, പിന്നെ നമ്മൾ യോഗ മാറ്റുകൾ, യോഗയുടെ ഐറ്റംസ്, കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണല്ലോ, നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ. ഇങ്ങനത്തെ കുറേ സ്റ്റോളുകളുള്ളതുകൊണ്ട് ഈ ഓരോ സ്റ്റോൾ നല്ല കോട്ടൺ സാരികൾ, പ്യുവർ കോട്ടൺ സാരി. ഇത് കണ്ടോ, ഇത് ആദിയോഗിയുടെ ഒരു ഈ ഗോൾഡ് ഉണ്ട് കേട്ടോ, പ്യുവർ 22 ക്യാരറ്റിൻ്റെ ഗോൾഡിൻ്റെ പെൻഡൻ്റ് ഒക്കെ അവിടെ വിൽക്കാനുണ്ട്. ഗോൾഡിൻ്റെ ഐറ്റംസ്, ഇതെല്ലാം ബ്രാസ്, സിൽവർ, അതിൻ്റെ എല്ലാമാണ്. ഇതെല്ലാം ബ്രാസിൻ്റെ ഐറ്റംസാണ്. മോതിരം, കമ്മലുകളും, പിന്നെ ബുക്സ്, ആദിയോഗിയുടെ ബുക്സ് എല്ലാം ഉണ്ട്. ഇവരുടെ സദ്ഗുരുവിൻ്റെ ഈ യോഗയെ പറ്റിയും പലതരം ബുക്കുകളുണ്ടല്ലോ, സദ്ഗുരുവിൻ്റെ എല്ലാ ബുക്സും അവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ കുറേ ബുക്സുകൾ, ഇത് കണ്ടോ, ബാംഗിൾസ്, ഇതെല്ലാം ബ്രാസിൻ്റെ ആണ്. നമുക്ക് കയ്യിലിടാൻ പറ്റുന്ന തരം ബ്രാസിൻ്റെ ബാംഗിൾസ്, ബുക്സ്, പെന്ന് വരെ ഉണ്ട് കേട്ടോ. ഈ ലോഗോയിലുള്ള പെന്നുകൾ, പിന്നെ കുങ്കുമം, പിന്നെ ചന്ദനത്തിരി, പിന്നെ സ്റ്റാച്യൂസ്, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു മെറ്റലിൻ്റെ ചെറുതാണ്. പക്ഷെ നല്ല രസമുണ്ട്. ഈ ഡെക്കറേഷൻ പീസസുകളായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 2 രുദ്രാക്ഷമൊക്കെ മേടിച്ചു കേട്ടോ. പഞ്ചമുഖി, ത്രിമുഖി, അങ്ങനെ പറഞ്ഞിട്ട് പലതരം രുദ്രാക്ഷങ്ങളുണ്ട്. പിന്നെ കുറച്ച് പ്യുവർ ആയിരിക്കും ഇവിടെ കിട്ടുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് മേടിച്ചു. പിന്നെ കുറേ ഡെക്കറേഷൻ പീസസ്, നമ്മളിങ്ങനെ വീട് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന. പിന്നെ ഈ ചെയറാണ് മെഡിറ്റേഷൻ ചെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങി. ഇനി നമുക്ക് ആ സദ്ഗുരുവിൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം നമ്മളിതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഈ സ്റ്റാച്യു കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്, എന്ത് വലുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കിയപ്പോഴാണ് റൈറ്റ് സൈഡിൽ ഒരു ഗോശാല പോലെ, ഇവരുടെ തന്നെയാണെന്ന് പോലും. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പം നന്ദി എന്ന് പറയുമ്പം നമ്മൾ ഈ കാളയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെറൈറ്റീസാണ് ഇവിടെ ഫുള്ള്. അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതും, ഓരോ ഡിസ്ട്രിക്റ്റ് അല്ല, ഓരോ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാളകളാണ് ഇത്. ഇതാണ് ഗുജറാത്ത്, പഞ്ചാബ്, അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസും, ഇത് ഏത് വിഭാഗത്തിൽ പെട്ടതെന്നും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ബോർഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ ഫുഡുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടാണ്ടല്ലോ നമ്മൾ ശരിക്കും പേടിച്ചു, അതിശയത്തോടെ നോക്കും, ഇങ്ങനെയൊക്കെ വെറൈറ്റി ഉണ്ടോ, നമ്മളിങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. നമ്മളാകെ പണ്ട് നാട്ടിൽ കാണുന്ന ചില കാളകൾ മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. അതായത് നന്ദി ശിവൻ്റെ വാഹനമായിട്ട് കരുതുന്നത് കൊണ്ടായിരിക്കും ഇതിൻ്റെ വെറൈറ്റീസ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇവർ ഗോശാല പോലെ ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല വെറൈറ്റീസാണ്. ഇത് കാണാൻ തന്നെ ഒരു അതിശയം കേട്ടോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഫാമിലി അതിന് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വാട്ടർമെലൻ്റെ തൊലിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അതിന് പേടിയാവുന്നു അതിനെ കണ്ടിട്ട്. അപ്പോൾ ഇതിനെ കൊടുക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവങ്ങളെല്ലാം ഇങ്ങനെ ഫുഡിന് വേണ്ടി വരുവാണ് നമ്മുടെ അടുത്തേക്ക്. പക്ഷേ അതിനെ കെട്ടി വെച്ചിരിക്കുകയാണ്, വരാൻ പറ്റില്ല. അങ്ങനെ ഇത് അഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ചിടും കേട്ടോ. അങ്ങനെയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൊമ്പുകളൊക്കെ കണ്ടാൽ നമുക്ക് പേടി തോന്നും. അങ്ങനെ വെറൈറ്റി കൊമ്പുകളൊക്കെ ഉള്ളതുണ്ട്. ഇത് കണ്ടോ, ഇത് ഓരോ വെറൈറ്റി. ഇതിൻ്റെ കൊമ്പ് കണ്ടോ, ഇതിൻ്റെ കൊമ്പ് കണ്ടാൽ നമുക്ക് പേടി വരും കേട്ടോ. ഇതെങ്ങാനും വന്ന് ഇടിച്ചാൽ തീർന്നത് തന്നെ. അപ്പോൾ നമുക്ക് പേടിയോടെ ഇത് നോക്കിയിരിക്കുന്നത്. ആദവിനെ ഇവിടെ നിന്ന് വിളിച്ചിട്ട് വരുന്നില്ല, ഇവരിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ഓരോ ടൈപ്പും ഉണ്ട്, ഓരോ സ്റ്റേറ്റിൻ്റേതുമാണ് ഇതൊക്കെ. ഷിംല, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക, ഇതെല്ലാം കർണാടകയുടെ പല സ്ഥലത്ത് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇതെല്ലാം. ഇതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ വന്നപ്പോഴാണ് കേരളയുടെ വെച്ചൂർ ഇനത്തിൽപ്പെട്ടത്. വെച്ചൂർ എന്ന് പറഞ്ഞാൽ മറ്റേ ചെറുതല്ലേ, ആ ടൈപ്പ് അതുകൊണ്ട്. ഇതാണ് കേരളയുടെ വെച്ചൂർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അറ്റ്ലാസ് നമ്മുടെ കേരളത്തിൽ ഇതുകൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ്. ഇത് വളരെ കുഞ്ഞതാണ്, ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇതിനുള്ള ഫുഡൊക്കെ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് വാങ്ങിച്ച് കൊടുക്കാം. നമ്മൾ ഈ മീനുട്ടെന്നൊക്കെ പറയുന്ന പോലെ ഇതിന് കാളയ്ക്ക് കൊടുക്കാനുള്ള ഫുഡും ഉണ്ട് ഇവിടെ. കണ്ടോ, ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ഇങ്ങനെ ബോൾസ്, പിന്നെ ഈ വാട്ടർമെലൻ്റെ സ്കിന്നുകൾ, ഇത് കണ്ട്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ പറയത്തില്ലേ പിണ്ണാക്കെന്നൊക്കെ പറഞ്ഞാൽ, അതൊക്കെ കൂടെ കുഴച്ചിട്ട് ഒരു റാഗി ബോൾ പോലെയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഈ സ്റ്റാച്യുവിൻ്റെ
എടുത്തത്. അപ്പോൾ ഒട്ടും വെയിലില്ല കേട്ടോ. അപ്പോൾ ഒരു 5:30 6 ആകാറായി. അപ്പോൾ നല്ലൊരു വെതറാണ്. നമ്മൾ ഷൂ ഒക്കെ അവിടെ വെച്ചിട്ട് ഇവിടെ നല്ല സേഫായിട്ട് ഷൂ വെക്കാനും വെള്ളവും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ക്രൗഡ് കണ്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വരുന്ന സമയത്ത് കാർ പാർക്കിങ്ങിൻ്റെ വളരെ കുറച്ച് കാറുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട്. ആ എൻഡിലാണെങ്കിൽ ഒരു ത്രിശൂലും ഉണ്ട്. ആ ത്രിശൂൽ ഇത് കണ്ടോ, ഈ സ്റ്റാച്ചു കണ്ടില്ലേ, ഈ സ്റ്റാച്ചുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ദൂരേന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിനെ കയർ പോലെ പിരിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത് ഫുള്ള് രുദ്രാക്ഷമാണ്. ഈ മാല എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എന്തുമാത്രം രുദ്രാക്ഷം വേണമായിരിക്കും ഈ മാല ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് ഇരുന്നത് കണ്ടോ, എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ സൈഡിൽ നിന്നും വീഡിയോ എടുത്തേ. അത് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഷോ തുടങ്ങി. ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കേട്ടോ. ഇതിങ്ങനെ ഷോ കാണാൻ ഭയങ്കര രസമാണ്. ഇവർ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്യും. ഫുൾ ലേസർ ലൈറ്റുകളാണ്. ഇതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മ്യൂസിക് ഇടും കേട്ടോ. ഇനി യൂട്യൂബിൽ ആ മ്യൂസിക്കിൽ അലൗഡാണോ, ഒരു സോങ് ആണ്, അപ്പോൾ അലൗഡാണോ അല്ലയോ എന്നറിയില്ല. അത് കഴിഞ്ഞാലാണ് ഞാൻ ആ സോങ് ഇടാഞ്ഞത്. അത് നല്ല രസമായിട്ടോ അത് കേൾക്കാൻ. ഇത് കഴിഞ്ഞ് ഇതിന് മുന്നായിട്ട് നമുക്ക് ഈ ഷോയ്ക്ക് മുന്നായിട്ട് നമുക്കൊരു ക്ലാസ് തരും. അതായത് സദ്ഗുരുവിൻ്റെ വോയിസിൽ നമുക്ക് പറഞ്ഞു തരും എന്താണ് ഇത്, എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും എങ്ങനെയാണെന്നും എന്തൊക്കെ ക്ലാസ്സുകളുണ്ടെന്നും അതിൻ്റെ ഒരു നല്ലൊരു ക്ലാസ്സും. പിന്നെ നമുക്കൊരു ഭജൻ പോലെ നമുക്കൊരു ശ്ലോകം, ഈ ശിവയുടെ ഒരു മന്ത്രം തരും. നമ്മളതിരുന്ന് മന്ത്രം ചൊല്ലണം. മന്ത്രം എല്ലാം ചൊല്ലി എല്ലാം കഴിയുമ്പോഴത്തേക്കും ഡെയിലി 6:30 ഈ ഷോ ഉണ്ട് കേട്ടോ. 6:30 ഒരു 7 ആയപ്പോഴത്തേക്കും ഈ ലൈറ്റിൻ്റെ ഷോ തുടങ്ങി. എൻ്റെ ദൈവമേ, ഇത് കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൽ കൂടെ ശിവൻ്റെ പല കാര്യങ്ങളും അവർ ഈ ഫുൾ എങ്ങനെയാണ് വന്നതെന്നും ഈ ശിവൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഈ ഓരോ യുഗത്തിലുമുള്ള മാറ്റങ്ങളെ പറ്റിയും അങ്ങനെ ഫുൾ എക്സ്പ്ലനേഷൻ ഈ ഷോയിൽ കൂടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മ്യൂസിക് കേൾക്കാൻ ഭയങ്കര രസമായിട്ടോ. നമ്മൾ അറിയാതെ നമ്മൾ അതിലിങ്ങനെ ലയിച്ച് പോകും കേട്ടോ ഇത് കേൾക്കുമ്പോൾ. ഇത് ശരിക്കും എല്ലാവരും പോയി കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ഇതങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയോ പ്രത്യേക കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇവിടെ ഇടുന്ന ആ പാട്ട് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു പാട്ടാണ്. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും. അതുപോലൊരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പം അതവിടെ താഴെ ഇരിക്കണം. ആ വലിയ ഗ്രൗണ്ട് പോലെയില്ലേ, അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എത്ര ആൾക്കാർ വന്നാലും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ ഷോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അനൗൺസ്മെൻറ്റ് വരും. ആരും ഈ ലൈറ്റുകളും ക്യാമറയുടെ ആയാലും ലൈറ്റൊന്നും ഓൺ ചെയ്യാൻ പാടില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ലേസർ കണ്ടോ, അവസാനം ഒരു ഷോ ഉണ്ട്. ഈ ലേസർ ലൈറ്റ് പോകുന്നത് അവിടെ ഒരു ത്രിശൂൽ വെച്ചിട്ടുണ്ട്. 25 ഫീറ്റ്സ് ഹൈറ്റുള്ള ഒരു ത്രിശൂൽ അത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആ ലേസർ ലൈറ്റ് പോയിട്ട് അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ അടിക്കും കേട്ടോ. അത് കാണാൻ ഭയങ്കര രസമാണ്. എനിക്കത് കണ്ടിട്ട് മതിയായില്ല, ഇനിയും പോകണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഷോ എല്ലാം കഴിഞ്ഞു. എല്ലാവരും താഴെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് കാണുന്നത് ഇവിടുത്തെ ക്രൗഡ്. എന്തൊരു ക്രൗഡാണെന്നറിയോ. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ അതിൻ്റേതായ ഒരു പ്രോബ്ലം ഇല്ല. കാരണം അത്രയും സ്പേസ് ഉള്ള കാരണം നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ കാർ എടുക്കുന്നതിന് മാത്രം കുറച്ച്, പിന്നെ എല്ലാ ആൾക്കാരും ഇത് കഴിഞ്ഞിട്ട് അവിടെ ശിവനടയുണ്ട്. അതിനകത്ത് ശിവൻ്റെ ടെമ്പിളില്ലേ, അവിടെ ആരതിയുണ്ട്, പ്രസാദമുണ്ട്. അപ്പോൾ അതിനുള്ള ക്യൂ ആണ് എല്ലാവരും പോകുന്നത്. നമ്മൾ ആദവൊക്കെ ഉള്ളതുകൊണ്ട് നിൽക്കേണ്ട, നമ്മൾ മാത്രം വരുവാണെങ്കിൽ സാരമില്ല, എത്ര നേരം വേണമെങ്കിലും ക്യൂ നിന്ന് എല്ലാം വാങ്ങാം. അപ്പോഴത്തേക്ക് അവൻ ഭയങ്കര ഇറിറ്റേറ്റ് ആവും. അവൻ ഇത് തന്നെ ഷോ തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഈ ലൈറ്റൊക്കെ കണ്ടപ്പോൾ അവൻ നന്നായിട്ടിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവനും അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൈയൊക്കെ കൂപ്പി അവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നല്ലൊരു ദിവസം നല്ലൊരു പീസ്ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അവിടെ പോയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും രാത്രിയിൽ അടുത്ത ഡിന്നറൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കുറച്ച് ചപ്പാത്തിയും ഗോബി മഞ്ചൂരിയും പിന്നെ മഷ്റൂം മസാലയും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ജ്യൂസും അതോ ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മളിറങ്ങി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈവനിങ് വിഷ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഇത് കാണണം, എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഒരു ഹാഫ് ഡേ പോകാൻ പറ്റും. അധികം ദൂരമൊന്നുമില്ല കേട്ടോ. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ എയർപോർട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ താങ്ക് യു. അഗെയിൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.